നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ജർമ്മൻ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. എമ്മ ജർമ്മനി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് മാട്രസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. വലിയ വലിപ്പമൊന്നുമില്ല ബോക്സിന്, പക്ഷെങ്കിൽ ഇതിനുള്ളിൽ നമ്മുടെ ഹൈബ്രിഡ് മാട്രസ് നല്ല വലിപ്പമുള്ള മാട്രസ് ആണ്. അപ്പൊ ഈ ബോക്സ് ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു മാട്രസ് ഇപ്പം ലഭിച്ചിട്ടുള്ളത്. 15 വർഷമാണ് ഈ മാട്രസിന്റെ വാറണ്ടി. നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിനുള്ളിൽ 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം ലഭിച്ച യൂസർ മാനുവലാണ്. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അൺബോക്സിംഗ് നൈഫ്. ഇത് നമുക്ക് ബോക്സിനുള്ളിൽ ലഭിച്ചതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം മാട്രസിന് മുകളിലുള്ള പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റ് പാക്കിങ്ങിലാണ് ഈ ഒരു മാട്രസ് റിസീവ് ആയത്. ഇതൊരു ഹൈബ്രിഡ് മാട്രസ് ആണ്. അപ്പോൾ ഇനി ഇതിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യണം. ഞാൻ ആദ്യം കാണിച്ച നൈഫ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇച്ചിരി ഉണ്ടായിരുന്ന മാട്രസ് ആണ്. ഇതിന്റെ സൈസ് നോക്കി ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന്. അയ്യോ, ഞാൻ തിരിച്ചായിട്ടേക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ സൈഡാണ് നമുക്ക് മുകളിൽ വരണ്ടേ. ഓക്കെ, ഇതിന് പുറത്തുണ്ടായിരുന്ന കവറൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇപ്പം ഈ ഒരു രൂപത്തിലാണ് സംഭവം കിടക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു എയർ ലീക്ക് ആകുന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് ഇതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാട്രസ് അൺബോക്സ് ചെയ്ത് ഈ കാണുന്ന ഇതിന്റെ ഫൈനൽ രൂപത്തിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ എടുത്തു. എൻ്റെ കയ്യിലുള്ള മാട്രസ് ക്യൂൻ സൈസ് ആണ്. 8 ഇഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് വേണ്ട സൈസ് വെബ്സൈറ്റിൽ നിന്നും കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. എമ്മയുടെ ഹൈബ്രിഡ് മാട്രസ് മാത്രമല്ല, ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാറ്റഗറി കാണാനായിട്ട് സാധിക്കും. എമ്മ ബ്ലാക്ക്, എമ്മ ഒറിജിനൽ, എമ്മ ഹൈബ്രിഡ്, എമ്മ വേവ് 2, അങ്ങനെ പല പല കാറ്റഗറീസ് നൽകിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് എമ്മയുടെ ഹൈബ്രിഡ് മാട്രസ് ആണ്. ഇത് 6 ലെയറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ലെയർ ആണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഡ്രൈ കവർ ആണ്. അതായത് ഈ കാണുന്നതാണ്. ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ആന്റി അലർജിക് ഫാബ്രിക്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലെയർ എയറോസെൽ ഫോം ആണ്. ഇതിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ഇതിലൂടെ നടക്കും. മൂന്നാമത്തെ ലെയർ ഹാലോ മെമ്മറി ഫോം ആണ്. ബോഡിയുടെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ആണിത്. നമ്മുടെ പോസ്റ്ററിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. നാലാമത്തെ ലെയർ ആയിട്ട് നൽകിയിരിക്കുന്നത് സൂണ്ട് എയറോഫ്ലെക്സ് സ്പ്രിംഗ് ആണ്. ഇതുകൊണ്ട് ബോഡിക്ക് ഒരു എർഗണോമിക് സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പോസ്റ്ററിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. അഞ്ചാമത്തെ ലെയർ HRX സപ്പോർട്ട് ലെയർ ആണ്. ഇത് മാട്രസിന്റെ എഡ്ജിലുള്ള ഒരു ഹൈ ഡ്യൂറബിലിറ്റി സപ്പോർട്ട് ലെയർ ആണ്. ഇതുള്ളത് കൊണ്ട് മാട്രസിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് താണു പോവുകയോ അത് ഡാമേജ് ആയി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. ആറാമതായിട്ട് നൽകിയിരിക്കുന്നത് ആന്റി സ്കിഡ് ബേസ് ആണ്. ഈ ലെയർ ഉള്ളത് കൊണ്ട് മാട്രസ് സ്കിഡ് ആകത്തില്ല. അതായത് കട്ടിൽ കിടന്ന് മാട്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കത്തില്ല എന്ന് ചുരുക്കം. മാട്രസിന്റെ 2 സൈഡിലും ഇത് പിടിച്ചു പൊക്കാനും മൂവ് ചെയ്യാനും ഒക്കെയുള്ള ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു മാട്രസിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള കംഫർട്ട് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഫേംനെസ്സും ഹാർഡ്നെസ്സും നോക്കിയാൽ ഇതിന്റെ കുറച്ച് ഭാഗത്ത് മെമ്മറി ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ബാക്കി ഭാഗങ്ങളിൽ സ്പ്രിംഗ് ലെയറും ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഭാഗം സോഫ്റ്റും കുറച്ച് ഭാഗം ഹാർഡുമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ മോഷൻ ട്രാൻസ്ഫർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാട്രസിന്റെ ഒരു സൈഡിൽ കിടന്ന് ചാടിയാൽ മറ്റേ സൈഡിൽ അതിന്റെ എഫക്ട് ചെല്ലില്ല. ഉദാഹരണത്തിന് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് മാട്രസിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് മാട്രസിൽ കിടന്ന് എത്ര ചാടി എന്ന് പറഞ്ഞാലും ഗ്ലാസ്സിലെ വെള്ളം താഴെ പോവുകയോ അതിന്റെ ഒരു എഫക്ട് ആ ഗ്ലാസ്സിലേക്ക് വരികയോ ചെയ്യത്തില്ല. അതായത് അടുത്ത് കിടക്കുന്ന ആൾക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. എഴുന്നേറ്റ് പോവുകയോ തിരിച്ചു വന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യാം. ചിലപ്പോൾ അടുത്തിടക്കുന്ന ആൾ അറിയത്ത് പോലുമില്ല നമ്മൾ എഴുന്നേറ്റ് പോയ കാര്യം. മാട്രസ് വാങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്ലീപ്പിംഗ് നീഡ്സ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ബാക്ക് സ്ലീപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റൊമക് സ്ലീപ്പർ ആണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മാട്രസ് ആയിരിക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ്. ഇനി നിങ്ങൾ സൈഡ് സ്ലീപ്പർ ആണെന്നുണ്ടെങ്കിൽ എമ്മയുടെ തന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള മെമ്മറി ഫോം മാട്രസുകൾ ലഭിക്കുന്നതാണ്. ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട സൈസിലും റേറ്റിലും നോർമൽ മെമ്മറി ഫോം മാട്രസും വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ ലേയേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പോലും വലിയ കൂളിംഗ് കിട്ടുന്നില്ലെങ്കിലും വലിയ ചൂടില്ലാതെ നമുക്ക് ഈ ഒരു മാട്രസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഈ ഒരു മാട്രസ് ഉപയോഗിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. സാധാരണ മാട്രസിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ഷിപ്പിംഗ് ആണ്. അതേപോലെ തന്നെ നോ കോസ്റ്റ് EMI ഇതിൽ അവൈലബിൾ ആണ്. എമ്മ ജർമ്മനിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ 55% ഓഫ് സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എമ്മ ജർമ്മനി മാട്രസ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇതിന്റെ 15 വർഷത്തെ വാറണ്ടി. ഈ ഒരു 15 വർഷം വാറണ്ടി ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് മാത്രമേ ബ്രാൻഡുകൾക്ക് വാറണ്ടി ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ് ടൈം
ടൈമിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.